9ാം ക്ലാസ്സിൽ ബഹുപദങ്ങളുടെ ചിത്രങ്ങൾ വരച്ചത് ഓർമ്മയുണ്ടോ? ഉദാഹരണമായി പി ഓഫ് എക്സ് സമം 2x+1 എന്ന ഒന്നാം കൃതി ബഹുപദത്തിന്റെ ചിത്രം വരച്ചത് എങ്ങനെയായിരുന്നു? എക്സ് ആയി പല സംഖ്യകൾ എടുത്ത് ഓരോന്നിന്റെയും പി ഓഫ് എക്സ് കണക്കാക്കിയിരുന്നല്ലോ. ഇവ ചിത്രത്തിലെ ബിന്ദുക്കളായി അടയാളപ്പെടുത്താൻ ആദ്യം വിലങ്ങനെയും കുത്തനെയുമായി 2 വരകൾ വരച്ചു. അവയിൽ ഒരേ അകലം ഇടവിട്ട് സംഖ്യകൾ അടയാളപ്പെടുത്തി. തുടർന്ന് വിലങ്ങനെയുള്ള വരയിൽ എക്സ് ആയി എടുത്ത ഓരോ സംഖ്യയുടെ സ്ഥാനത്ത് നിന്നും പി ഓഫ് എക്സ് ആയി കിട്ടിയ സംഖ്യ ഉയരമായി ബിന്ദുക്കൾ അടയാളപ്പെടുത്തി. ഈ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന വരയാണ് പി ഓഫ് എക്സ് സമം 2x+1 എന്ന ബഹുപദത്തിന്റെ ചിത്രരൂപം. മറ്റു പല രൂപങ്ങൾ വരക്കാനും ഈ രീതി ഉപയോഗിക്കാം. ഉദാഹരണമായി ഈ ചിത്രം ഇത്തരത്തിൽ എങ്ങനെ വരക്കുമെന്ന് നോക്കാം. ചിത്രത്തിന്റെ നടുവിൽ കൂടി വിലങ്ങനെയും കുത്തനെയും വരകൾ വരച്ച് 1 സെന്റിമീറ്റർ ഇടവിട്ട് അകലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് കരുതുക. ഇനി ചിത്രത്തിന്റെ 8 മൂലകളും അടയാളപ്പെടുത്താമല്ലോ. ഇത് വിലങ്ങനെയുള്ള വരയിലെ 4-ൽ നിന്ന് 0 അകലത്തിലാണ്. അതിനാൽ ഇതിനെ സൂചിപ്പിക്കാൻ 4, 0 എന്നീ സംഖ്യകൾ ഉപയോഗിക്കാമല്ലോ. ഈ മൂലയോ ഇത് വിലങ്ങനെയുള്ള വരയിലെ 1-ൽ നിന്ന് 1 സെന്റിമീറ്റർ ഉയരത്തിലാണ്. അതിനാൽ ഇതിനെ 1, 1 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാമല്ലോ. ഈ മൂല വിലങ്ങനെയുള്ള വരയിലെ 0-ൽ നിന്ന് 4 സെന്റിമീറ്റർ ഉയരത്തിലാണ്. അതിനാൽ ഇതിനെ 0, 4 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാമല്ലോ. ഈ മൂലയോ അത് വിലങ്ങനെയുള്ള വരയിലെ 1-ൽ നിന്ന് 1 സെന്റിമീറ്റർ ഉയരത്തിലാണ്. അത് വിലങ്ങനെയുള്ള വരയിലെ -1-ൽ നിന്ന് 1 സെന്റിമീറ്റർ ഉയരത്തിലാണ്. അതിനാൽ ഇതിനെ -1, 1 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാമല്ലോ. ഈ മൂല വിലങ്ങനെയുള്ള വരയിലെ -4-ൽ നിന്ന് 0 സെന്റിമീറ്റർ ഉയരത്തിലാണ്. അതിനാൽ ഇതിനെ -4, 0 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാമല്ലോ. ഈ മൂലയോ അത് വിലങ്ങനെയുള്ള വരയിലെ -1-ൽ നിന്ന് 1 സെന്റിമീറ്റർ താഴെയാണ്. അതിനാൽ ഇതിനെ -1, -1 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാമല്ലോ. അതുപോലെ ഈ മൂല വിലങ്ങനെയുള്ള വരയിലെ 0-ൽ നിന്ന് 4 സെന്റിമീറ്റർ താഴെയാണ്. അതിനാൽ ഇതിനെ 0, -4 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാമല്ലോ. ഈ മൂലയോ അത് വിലങ്ങനെയുള്ള വരയിലെ 1-ൽ നിന്ന് 1 യൂണിറ്റ് താഴെയാണ്. അതിനാൽ ഇതിനെ 1, -1 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാമല്ലോ. ഈ 8 മൂലകളും യോജിപ്പിച്ചാൽ ഈ ചിത്രത്തിന്റെ പുറം വരകളാവുമല്ലോ. ഇതുപോലെ വിലങ്ങനെയും കുത്തനെയും വരകൾ വരച്ച് മൂലകൾ അടയാളപ്പെടുത്തി ചിത്രം നോട്ട്ബുക്കിൽ വരച്ചു നോക്കൂ.